ഞാൻ ബാബു കൊളപ്പള്ളി, ഒരു MSME ടെക്സ്റ്റൈൽ എക്സ്പോർട്ടറാണ്, പാസ്മെൻട്രി ഡിസൈനറാണ്. അങ്ങനെ കുറേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സെപ്റ്റംബർ 8 മുതൽ 18 വരെ ഈ മാസം പാസ്മെൻട്രി ആർട്ട് എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ കാപ്പാട് വെച്ച് നടത്തുന്നുണ്ട്. പാസ്മെൻട്രി ആർട്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാസ്മെൻട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി സോഫ്റ്റ് ഫർണിഷിങ്, അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഇൻഡസ്ട്രി, ഇതുപോലുള്ള ഒട്ടനവധി ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഡെക്കറേറ്റീവ് ആക്സസറീസ് ആൻഡ് എംബ്ലിഷ്മെൻറ്റ് ആയി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് പാസ്മെൻട്രി ഇൻഡസ്ട്രി. ഇതിൻ്റെ ഒരു രൂപത്തിന് വോൾ ഡെക്കർ ആർട്ടായിട്ട് എങ്ങനെ മാറ്റാമെന്ന് ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു പരീക്ഷണം എന്ന നിലക്കാണ് പാസ്മെൻട്രി ആർട്ട് എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ കാപ്പാട് വെച്ച് നടത്തുന്നത്. പാസ്മെൻട്രി ഒരിക്കലും ഒരു വോൾ ഡെക്കർ ആർട്ടല്ല, അത് ഫാഷൻ ഇൻഡസ്ട്രിയിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. പാസ്മെൻട്രിയിൽ ഒട്ടനേകം പ്രൊഡക്റ്റുകൾ ഒത്തുചേർന്നാണ് ഒരു പാസ്മെൻട്രി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് രൂപം കൊള്ളുന്നത്. ഉദാഹരണത്തിന് അതിൽ ടാസിൽസുകളുണ്ട്, ടാസിൽ ടൈ ബാക്കുകളുണ്ട്, റോപ്പ് ടൈ ബാക്കുകളുണ്ട്, ബീഡ്സുകളുണ്ട്, സ്റ്റോണുകളുണ്ട്, എംബ്രോയിഡറി ഉണ്ട്, ഫ്രിഞ്ചസുകളുണ്ട്, ഹാൻഡ് വൂവൻ ബ്രെയ്ഡുകളുണ്ട്, ഹാൻഡ് വൂവൻ ഗാലൻസ്, ഹാൻഡ് മെയ്ഡ് ബട്ടൺസ്, ഇതുപോലെ ബുള്ളിയൻ ഫ്രിഞ്ച്, ഇതുപോലുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് പാസ്മെൻട്രി. ഈ സാധനത്തിനെ അതിൻ്റെ ഒരു ചെറിയൊരു രൂപമാറ്റം വരുത്തിയിട്ട് ഇതിനെ ഒരു ഫ്രെയിമിനുള്ളിലേക്ക് മാറ്റിയാണ് ഞാൻ ആദ്യം ചെയ്തത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഏകദേശം ഇതിനെപ്പറ്റി ആലോചിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇതിൻ്റെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് ഞാൻ ഈ 3 മാസം മുന്നെയാണ് മുന്നോട്ട് വന്നത്. ഈ പ്രൊഡക്റ്റുകളെ അതിൻ്റെ രൂപത്തിന് ചെറിയ മാറ്റം വരുത്തിയിട്ട് അതിനൊരു ഫ്രെയിമിൻ്റെ ഉള്ളിലാക്കലാണ് ആദ്യം ഞാൻ ചെയ്തത്. പലപ്പോഴും ഞാൻ തുടക്കത്തിലൊക്കെ പരാജയപ്പെടുകയും പല ഫ്രെയിമുകളും പൊളിച്ചു മാറ്റി ഉപയോഗശൂന്യമായ അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. 30ഓളം ഫ്രെയിം മിനിമം എനിക്ക് ആ ഗാലറിയിൽ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ 30 ഇപ്പം ഏകദേശം 30ഓളം പ്രൊഡക്റ്റ് ഞാൻ ചെയ്തു. കുറേ സങ്കീർണമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു, കുറേ സങ്കീർണമായൊരു ആർട്ട് വർക്കായിരുന്നു. അതിൽ ഞാൻ വിജയിക്കുന്നു എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം നമ്മളെ നാട്ടിൽ, നമ്മളെ കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും നമ്മളൊരു ആർട്ട് ഫോമിനെ പറ്റി നമ്മളെ ധാരണ എന്താന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങുകളാണ്. വ്യത്യസ്തമായ പെയിൻറ്റിങ്ങുകൾ ഉപയോഗിച്ച് പേപ്പറുകളിലായാലും ശരി, ക്യാൻവാസിലായാലും ശരി, അല്ലെങ്കിൽ മറ്റ് ഫാബ്രിക്കിലായാലും ശരി, പെയിൻറ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആർട്ട് രൂപമാണ് നമ്മൾ സാധാരണ ബോൾ ആർട്ടായിട്ട് നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും കാണുന്നത്. ബോൾ ആർട്ടിന് തന്നെ ഒട്ടനേകം രീതികളുണ്ട്. അതിലൊന്നാണ് പാസ്മെൻട്രീന നമുക്ക് കാണാം. രണ്ടാമത് ഫൈബർ ആർട്ട് ഉണ്ട്, മൾട്ടിമീഡിയ ആർട്ട് ഉണ്ട്. ഒട്ടനവധി ആർട്ട് രൂപം ശരിക്കും വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് ആകെ നമ്മളൊരു ആർട്ട് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഒന്നിക്കലൊരു ഓയിൽ പെയിന്റിൻ്റെയോ അല്ലെങ്കിൽ വാട്ടർ കളറിൻ്റെതോ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെതോ, അതും അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള അമ്പലങ്ങളിലുണ്ടായിരുന്ന മ്യൂറൽ പെയിന്റിങ്, ഇതുപോലുള്ള കുറച്ച് രൂപങ്ങളാണ് നമ്മളൊരു ആർട്ട് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ആർട്ട് എന്ന് പറയുന്നത് കുറേയേറെ കാര്യങ്ങൾ ചേർന്നതാണ് എന്നുള്ള ഒരു ബോധം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലുള്ള എക്സിബിഷനുകൾ ഇവിടെ നടക്കണം. അങ്ങനെ എക്സിബിഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ആർട്ടിനെ പറ്റി നമ്മൾ പഠിക്കണം. ഫൈബർ ആർട്ട് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ മാത്രമല്ല, ഇനി പിന്നെ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഫൈബർ ആർട്ട് വലിയൊരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ കനേഡിയൻ രാജ്യങ്ങളിൽ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ നമ്മളിവിടെ ചെയ്യുന്ന പോലെ പെയിന്റിങ്ങുകളിലെ ബ്രഷുകളോ പെൻസിലുകളോ ഉപയോഗിച്ചിട്ടുള്ള ആർട്ടുകളല്ല അവർ ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടം ഫൈബർ ഉപയോഗിച്ചും മറ്റുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചും ആർട്ട് ഫോം ഉണ്ടാക്കി അത് വോളിൽ ഉപയോഗിക്കുന്ന രീതിയാണ് അവരിപ്പം ഇഷ്ടപ്പെടുന്നത്. അത് അവർ ആ കാലാനുസൃതമായ അവരൊരു മാറ്റം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ ആ കാലാനുസൃതമായ മാറ്റം നമ്മൾ കേരളത്തിൽ അല്ലെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു ആർട്ട് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പെയിന്റിങ് എക്സിബിഷനാണ് നമ്മളെ മനസ്സിലൂടെ പോവുക. അതുകൊണ്ട് തന്നെ ഞാനിതിനൊരു ഒരു സംശയത്തോടു കൂടി കാണുന്നത്, എൻ്റെ ഈ പാസ്മെൻട്രി ആർട്ട്
നമ്മളെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ എത്രത്തോളം അതിനെ മനസ്സിലാക്കില്ല, എത്രത്തോളം അതിനെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ഒരു സംശയമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എന്നാലും നമ്മളെ രാജ്യത്തിന് പുറത്ത് ഇതുപോലുള്ള പല ആർട്ട് രൂപങ്ങളുണ്ട് എന്ന് നമ്മളെ പ്രാദേശികവാസികളെ അല്ലെങ്കിൽ പുതിയ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്തണം എന്നാണ് ഞാൻ ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്മെൻട്രി എന്ന് പറയുമ്പോൾ ഒരു ഫ്രഞ്ച് മേഖലയിൽ നിന്ന് ഡെവലപ്പായ ഒരു ഇൻഡസ്ട്രിയാണ്. ലൂയിസ് ലെവൻ്റെ കാലത്ത് മുതൽ ഫ്രഞ്ചുകാരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള തുടക്കക്കാർ. കൈത്തറിയായിട്ട് ഇതിന് ഒട്ടേറെ ബന്ധമുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ കൈകൊണ്ട് നെയ്തും മടഞ്ഞും പിരിച്ചും തന്നെയാണ് ലൂയിസ് ലെവൻ്റെ കാലഘട്ടത്തിൽ പാസ്മെൻട്രി ഉണ്ടാക്കിയത്. നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു 28 വർഷം മുന്നേ വരുമ്പോൾ കേരളത്തിൽ ഒട്ടനേകം കൈത്തറി മേഖലകളുണ്ടായിരുന്നു. നമ്മളെ കേരളത്തിലുള്ള എല്ലാ പത്മശാലിയ തെരുവുകളിലും അതിനോടനുബന്ധിച്ച എല്ലാ കേന്ദ്രങ്ങളിലും ഓരോരോ തെരുവുകളിലും 2 3 അല്ലെ അതിലേറെയോ കൈത്തറി ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്രനിർമ്മാണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഒരു 20-30 വർഷം മുന്നേ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. വളരെ കുറച്ച് മാത്രം ബാലരാമപുരം, കണ്ണൂർ പോലെയുള്ള കുറച്ച് മേഖലയിലാണ് ഇന്ന് കൈത്തറി നിലനിൽക്കുന്നത്. അതും കൈത്തറി ഇപ്പോൾ നിലനിൽക്കാനുള്ള കാരണം കേരള ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ കൈത്തറി മേഖല വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. എന്നിരുന്നാൽ ഈ കൈത്തറി മേഖലയ്ക്ക് പാസ്മെൻട്രി നല്ല രീതിയിൽ അവരെ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ മാറ്റി മറിക്കാൻ പറ്റും. അതിന് ആദ്യം വേണ്ടത് ഏതൊരു ഇൻഡസ്ട്രിയും നമ്മളെ പ്രദേശത്ത് ഡെവലപ്പ് ആണെങ്കിൽ ആ ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ ഡെവലപ്പാണ്. പാസ്മെൻട്രിയുമായി ബന്ധപ്പെട്ട ഒരു എഡ്യൂക്കേഷനും ഇന്ത്യയിൽ എവിടെയും ഇല്ല. അപ്പോൾ ഒരു പുതിയൊരു ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതാണ് ഈ ഇൻഡസ്ട്രി കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അന്യ സംസ്ഥാനങ്ങളിലോ ഡെവലപ്പാകാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. കൈത്തറി മേഖലയിൽ ഒട്ടനേകം കാര്യങ്ങൾ പാസ്മെൻട്രിക്ക് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് പഠിക്കാനുള്ളൊരു സൗകര്യമാണ് ആദ്യം നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ വിദേശത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പാസ്മെൻട്രിയുടെ വലിയ ഇൻഡസ്ട്രിയും വലിയ കമ്പനികളുമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഫ്രാൻസിൽ, അതേപോലെ തന്നെ UK, ഇനി അമേരിക്കയിൽ പോവുകയാണ് അമേരിക്കയിൽ, ഇവിടങ്ങളെല്ലാം വലിയ ഇൻഡസ്ട്രി ആയിട്ട് പാസ്മെൻട്രി ഉണ്ട്. ഉദാഹരണത്തിന് സാമുവൽ ആൻഡ് സൺസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പാസ്മെൻട്രി മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഡെക്ലറൊക്കെ, ഹുലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ലൂയിസ് ലെവൻ്റെ കാലത്ത് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇന്നും വളരെ സജീവമായി 100 കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് ഹുലൈസ്. അപ്പോൾ ഇവിടെ യൂറോപ്പിലും അതേപോലെ തന്നെ അമേരിക്കയിലെ, കാനഡ അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ ഒത്തിരി കമ്പനികളുണ്ട് പാസ്മെൻട്രിയുമായി ബന്ധപ്പെട്ട്. അവിടങ്ങളിലൊക്കെ കാലാകാലങ്ങളിലായി ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് 100 കണക്കിന് യൂറോപ്യൻ അമേരിക്കൻ കമ്പനികൾ ഇന്നും ലോകത്ത് നിലനിൽക്കാനുള്ള കാരണം. അതേപോലെ ഇന്ത്യയിലും ഇതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മറ്റു രാജ്യങ്ങളിൽ ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കാനുള്ള സൗകര്യം ഇന്ത്യയിലുണ്ടാവണം, അല്ലെ കേരളത്തിലുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഈ കൈത്തറി മേഖലയായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവരോ വിദേശത്ത് പോയി ഇത് പഠിച്ചു വരണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഇൻഡസ്ട്രി കേരളത്തിൽ ഡെവലപ്പാക്കി കൊണ്ടുവരാൻ പറ്റും. ഫാഷൻ ഇൻഡസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ, പാസ്മെൻട്രിയുടെ തുടക്കകാലം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂയിസ് ലെവൻ്റെ കാലത്ത് തന്നെ പാസ്മെൻട്രി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് അവർ ക്ലോത്തിങ്ങിലും അതേപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂമുകളിലാണ്. നല്ല സാധ്യതയുള്ള ഈ പാസ്മെൻട്രി ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒത്തിരി സാധ്യതയുള്ള പാസ്മെൻട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നിഫ്റ്റ്. നിഫ്റ്റിൻ്റെ സിലബസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, നിഫ്റ്റിൻ്റെ സിലബസിൽ
പാസ്മെൻട്രിനെ പറ്റിയിട്ട് വളരെ വളരെ കുറച്ച് ടെക്നിക്കലായിട്ട് പഠിക്കാതെ വളരെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് അതിൽ പഠിക്കാനുള്ളൂ. അപ്പം നിലവിലുള്ള ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവരുടെ സിലബസിൽ ഇത് പരിപൂർണമായിട്ടും ഉൾപ്പെടുത്താൻ പറ്റണം. അങ്ങനെ പരിപൂർണമായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒത്തിരി മാറ്റങ്ങൾ, ഡിസൈനുകളിലായാലും പുതിയ ഉൽപ്പന്നങ്ങൾ വരുന്നതിലായാലും കോസ്റ്റ്യൂമുകളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതെ, ടൈറ്റിലുണ്ട്. ഓരോരോ പ്രദർശന വസ്തുക്കൾ ഓരോരോ 30ഓളം വരുന്ന വോളാട്ടിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു ഈ ഗോൾഡൻ ടിയർ എന്ന് പറഞ്ഞൊരു വർക്ക്. ഈ ഗോൾഡൻ ടിയർ എന്ന് പറഞ്ഞ വർക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തടക്കം നമ്മളെ മനുഷ്യൻ്റെ സ്കിന്ന്, ജാതി, എത്ര അറിവുള്ള ഒരാളായാലും അവൻ്റെ ജാതിയിനെ, അവൻ്റെ സ്കിന്നിൻ്റെ കളറിനെ ഒക്കെ മാനദണ്ഡമായി വെച്ചിട്ട് സമൂഹത്തിൽ ഡെവലപ്പ് ആകാൻ സമ്മതിക്കാത്ത ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗോൾഡൻ ടിയർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അബ്സ്ട്രാക്റ്റ് ആണ്. അത് ശരിക്കും ഒരു മനുഷ്യന്റെ ചെറിയൊരു രൂപവും അവന്റെ കണ്ണിൽ നിന്ന് സ്വർണ്ണ കണ്ണുനീർ പുറത്തേക്ക് വരുന്ന ഒരു ആർട്ട് ഫോമാണ് ഞാൻ ചെയ്തത്. അതുപോലെ എല്ലാ ആർട്ട് ഫോമിനെയും ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടാൻ പോകുന്ന ഒരു കയറിൽ തൂങ്ങിക്കിടക്കുന്ന അങ്ങനെയുള്ള എല്ലാ ആർട്ടിനെയും ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒന്നുകൂടെ പറയണം. ജാതി മോശമാണെന്ന് പറഞ്ഞു, അത് മാറ്റിക്കൊണ്ട് ജാതി മോശമല്ല. ജാതി എന്ന് പറയുമ്പോൾ നമ്മളൊരു താഴ്ന്ന ജാതി, മേന്ന ജാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകതിരിവ് ആർട്ടിലെന്നല്ല ഒരു കാര്യത്തിലും നമുക്ക് പാടില്ലാത്തതാണ്. ഇപ്പോൾ ആർട്ട് ഫോമിലാണ് ഏറ്റവും കൂടുതൽ. ആർട്ട് ഫോം ആയാലും ശരി, നമ്മളൊരു തൊഴിൽ മേഖലയിൽ പോയാലടക്കം നമ്മളെ രാജ്യത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇന്നും ഇതുപോലുള്ള ജാതിയുടെ ഇതും സ്കിന്നിൻ്റെ കളറും വെച്ചിട്ട് മനുഷ്യനെ വേർതിരിക്കുന്ന സംസ്കാരം ഇന്നും നമ്മളെ രാജ്യത്ത് വിട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഈ ഗോൾഡൻ ടിയർ എന്ന് പറഞ്ഞൊരു ആശയം വന്നത് തന്നെ.